വിശ്വാസങ്ങൾ പലപ്പോഴും നല്ലതാണ്, പക്ഷെ അതിരുവിട്ട വിശ്വാസം അബദ്ധവും. നിനക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി നീ ചെയ്യുക, ബാക്കിയുള്ളത് ദൈവവും. എന്നാൽ ദൈവം തന്നെ മുഴുവൻ ചെയ്യട്ടെ എന്ന് കരുതിയാൽ അബദ്ധമാവും. ഇന്നത്തെ ഒട്ടകപ്പൊരുൾ ഇതിനെക്കുറിച്ച്. പോകല്ലേ, അവിടെ നിക്ക്, ചോദിക്കട്ടെ. കാണാൻ സമയമില്ല, അത്യാവശ്യമായിട്ട് ഒരാളെ കാണണം. ജോലിസിനായിരിക്കും. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? നീ അത്യാവശ്യമായിട്ട് പോയിട്ടുള്ള ഒക്കെ ജോലിസിനെ കാണാൻ. അല്ല, ഇപ്പൊ എന്താ ഒരു പുതിയ പ്രശ്നം? എല്ലാ ദോഷങ്ങളും തീർക്കാൻ ഏലസ് കെട്ടിയിട്ടില്ലേ? ഒരു പ്രശ്നമുണ്ട്, ശത്രുദോഷം. സാരമില്ല എന്ന് വെച്ച് വിട്ട് കളഞ്ഞതാ ജോത്സ്യര്. പക്ഷേ അപകടം പതിയിരിക്കുന്നു. ജോത്സ്യര് മുൻകൂട്ടി കണ്ടു. അതിനൊരു പ്രതിവിധി. മന്ത്രം ജപിച്ച ഒരു അയലസ് കൂടി, അത് കിട്ടാൻ ഈ ശരീരത്തിൽ സ്ഥലം ബാക്കിയുണ്ടോടാ? കളിയാക്കണ്ട, ജോത്സ്യര് പറഞ്ഞ അക്കാര്യം അച്ചട്ടാ. മോനെ, ഒരു ചായ കുടിക്കുള്ള പൈസ ആട്ടറാ? ഇല്ല, ഏലസിനും ദക്ഷിണയ്ക്കുള്ള പൈസയേ ഉള്ളൂ. ആ കൊണ്ട് കൊറ, നിന്നെ പോലെ 10 മണ്ടന്മാരെ കൊണ്ട് അയാള് ജീവിക്കുന്നത്. ഉത്സാഹക്കുറവ്, ഉറക്കമില്ലായിക, അലസത, അഭിവൃദ്ധിയില്ലായിക, സാമ്പത്തിക ബുദ്ധിമുട്ട്, രോഗപീഠ, ഇതൊക്കെ ശത്രുദോഷം കൊണ്ട് സംഭവിക്കും. എല്ലാത്തിനും ഞാൻ പരിഹാര ഏലസുകൾ തന്നിട്ടുണ്ടല്ലോ. അതെല്ലാം ഞാൻ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ശത്രുദോഷത്തിന് തന്നിട്ടില്ല. അത് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എനിക്കറിയാം നീ വരുമെന്ന്. കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള എന്റെ ഒരു എനിക്കറിയാം. കൈ കൊണ്ട് നീട്ടു. ഐ, മറ്റേ കൈ. ഇതങ്ങോട്ട് മാറ്റുക. ഇതിപ്പോ ഞാൻ എവിടാ കെട്ടുക? കയ്യിൽ വെച്ചോളൂ. ഉരിയാടാതെ വീട്ടിൽ കൊണ്ടുപോയി തലമുള്ള എവിടാ ചാ കെട്ടിക്കോ. ദക്ഷിണ അവിടെ വെച്ചോളൂ. അതേ വരുന്നു. ആ, ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ തീർന്നോ? ഇത് കെട്ടിയ ശത്രു തട്ടി പോവോ? ദോണ്ട ജോലിസിന് വരുന്നു. കിട്ടിയ കാശിന്റെ കണക്കൂട്ടായിരിക്കും. ജോലിസിന് സ്വന്തം ജാതകം അറിയാത്തവനാണ് മറ്റുള്ളവർക്ക് ജാതകം കുറിക്കുന്നത്. കള്ളനാണയങ്ങളുടെ പുറകെ നടന്ന് സ്വന്തം മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സ്വാസ്ഥ്യം നഷ്ടപ്പെടുത്തരുത്. നിന്റെ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് നീയാണ്. അത് മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അലസമായി നടക്കുന്നവന് ജീവിത വിജയം എന്നൊന്നില്ല.